അപ്പോൾ നമ്മുടെ SSC GD പോലുള്ള പോസ്റ്റുകളിലേക്ക് 1,00,000-ൽ പരം ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നല്ലധികം വേക്കൻസികൾ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. BSFൻ്റെയൊക്കെ പുതിയ ബറ്റാലിയനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥരെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ വലിയൊരു വേക്കൻസി ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഫേക്ക് ആയിട്ടുള്ളതോ അല്ല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ലഭിച്ച അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് CRPFൻ്റെ, അതായത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ വെബ്സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയറി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. CRPF ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ തന്നെ 9/5/2025 ഒരു അപ്ഡേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, അതുപോലെ തന്നെ എൻ്റെ ആസാം റൈഫിൾസ് റൈഫിൾമാൻ റാങ്ക് കോൺസ്റ്റബിളിൻ്റെയാണ്, കോൺസ്റ്റബിൾ GD ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. റൈഫിൾമാൻ ആർമഡ് കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയാണ്. അതിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രധാനമായിട്ട് പറയട്ടെ. ഈ പറയുന്ന വേക്കൻസി വലിയൊരു വേക്കൻസിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ വേക്കൻസി ഒറ്റയടിക്ക് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൽഹി പോലീസിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 42,000 വേക്കൻസി മുൻപ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്കൊന്നും നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരുത്തില്ല. പതിയെ വിളിക്കത്തേ ഉള്ളൂ. ഒറ്റയടിക്ക് നമുക്കിപ്പോൾ SSC GD ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചില സാഹചര്യങ്ങളിൽ നമുക്ക് 26,000 വേക്കൻസി ഇട്ട് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തു. ചില സാഹചര്യങ്ങളിൽ 39,000 ഇട്ട് അത് പിന്നീട് അപ്ഡേറ്റ് ചെയ്തു. ഒന്നിക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാടധികം നോട്ടിഫിക്കേഷൻ വരും. മറ്റ് പല ചെറിയ നോട്ടിഫിക്കേഷൻ, സിവിലിയൻ നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൽ കവർ ചെയ്ത് വിളിക്കും. അതായത് ഒരുപാട് അധികം നോട്ടിഫിക്കേഷനിലൂടെ ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു GD കോൺസ്റ്റബിൾ നടക്കുന്നുണ്ട്, അതിൽ കുറച്ച് വേക്കൻസി ഇടും. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള GD ഉണ്ട്, അപ്പോൾ അതിൽ കുറച്ച് വേക്കൻസി ഇടും. അങ്ങനെയേ വരത്തുള്ളൂ. ഇത് ഒഫീഷ്യലായിട്ട് സൈറ്റിൽ വന്നതാണ്. അപ്പോൾ ഉടനടി വരാൻ പോകുന്നതാണ്. ഇനി നമുക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, പുതുതായിട്ടൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 8 മെയ് 2025 ഇത് വന്നിട്ടുള്ളത്. പക്ഷേ സൈറ്റിൽ വന്നത് 9/5/2025 ഇതിൽ കുറച്ച് പോസ്റ്റുകളെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അത് നമുക്ക് നോക്കാം. ഈ PDF നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട്. ഇനി PDF നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് കയറിയിട്ട് CRPF ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്തായാലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അതായത് നമ്മുടെ കോൺസ്റ്റബിൾ GD ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്ന നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഏകദേശം വന്നിട്ടുള്ളത് 1,33,880 ഒഴിവുകളാണ്. 2025 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണിത്. ഇത് ഒറ്റയടിക്ക് വിളിക്കില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 1,30,000-ൽ കൂടുതൽ ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിൽസിന്, ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1,29,139 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫീമെയിൽസിന് ഏകദേശം 4,741 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് പോസ്റ്റ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, കോൺസ്റ്റബിൾ GD ആണിത്. അതുപോലെ തന്നെ എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വനിതകൾക്കും പുരുഷന്മാർക്കും എത്ര ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കാണ്. സോ നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിക്കാനായിട്ട് ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെവൽ ഓഫ് പേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ പേ എന്താ, ലെവൽ 3 അല്ലേ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 21,700 മുതൽ 69,100 വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായം, നമ്മുടെ SSC GD കോൺസ്റ്റബിളിന് അപേക്ഷിക്കാനുള്ള പ്രായം എന്താ, 18 to 23 വയസ്സ് വരെ. അപ്പോൾ 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC/ST ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര വർഷം ലഭിക്കുക? 5 വർഷം ലഭിക്കും. അതുപോലെ തന്നെ OBC ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. എത്ര വർഷം ലഭിക്കുക? 3 വർഷം പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? GD കോൺസ്റ്റബിളിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ജസ്റ്റ് 10ാം ക്ലാസ്, മെട്രിക് ഓർ ഇക്വാലൻ്റ് ആണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഫ്രം എ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഓർ ഇക്വലൻ്റ് ആർമി ക്വാളിഫിക്കേഷൻ ഇൻ കേസ് ഓഫ് എനിവേ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. ജസ്റ്റ് 10ാം ക്ലാസ് മതി. പിന്നെ ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. GD കോൺസ്റ്റബിളിന് ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കണമല്ലോ. മസ്റ്റ് ക്വാളിഫൈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് റിട്ടൺ എക്സാമിനേഷൻ. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാസ്സാവണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. സോ ഇപ്പം നിലവിൽ 1,30,000-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒഴിവ് എന്തായാലും നമ്മുടെ ഈ വരുന്ന GD കോൺസ്റ്റബിളിൽ ഉറപ്പ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒഴിവ് തന്നെയാണ് അത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വരുന്ന GDൻ്റെ ഇത് വഴുകുകയാണെങ്കിൽ,
ലൈക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഇപ്പോൾ നമ്മൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വരാൻ വൈകുകയാണെങ്കിൽ മേ ബി ഈ ഒരു ഒഴിവ് അതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വേക്കൻസിയും കൂടി അതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. സോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അടുത്ത വർഷം വരുന്ന നോട്ടിഫിക്കേഷൻ, അതായത് 2026 ഒരു നോട്ടിഫിക്കേഷൻ വരാനില്ലേ, അതിൻ്റെ വേക്കൻസി SSC ആദ്യം എന്ത് ചെയ്യാനാണ് സാധ്യത? ഏകദേശം ഒരു 26,000 അല്ലെങ്കിലോ ഒരു 50,000 ഒക്കെ ഇടും, അല്ലെങ്കിലോ ഒരു 49,000 അല്ലെങ്കിൽ ഒരു 39,000 ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വേക്കൻസി അങ്ങ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ട്രെൻഡും നിങ്ങൾ നോക്കിക്കോ, SSCൻ്റെ GD കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി ഒരു തവണയെങ്കിലും മിനിമം കൂടിയിട്ടുണ്ട്. എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും മിനിമം കൂടിയിട്ടുണ്ട്. മേ ബി അതിലും കൂടുതലാവാം, ഒരു തവണ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരുപാടധികം ഫോഴ്സിൻ്റെ BSF ഉൾപ്പെടെയുള്ള മറ്റ് ഫോഴ്സിൻ്റെയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് പുതിയ ബറ്റാലിയനൊക്കെ വരുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ ഗ്രൂപ്പിലൂടെ ഓൾറെഡി പറഞ്ഞതാണ്, BSFൻ്റെ ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരുപാടധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ ഒരു നോട്ടീസിൽ തന്നെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ വേക്കൻസിയൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്, ഉടനെ വരാനായിട്ട് പോകുന്നതാണ്. അക്കോർഡിംഗ് ടു വിവിധ കാര്യങ്ങളുടെ ബേസിസിൽ ഷെഡ്യൂൾസിലൊക്കെ ഇത് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുപ്രകാരമൊക്കെ ഇത് ടൈം ടു ടൈം ആയിട്ട് ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്ര അധികം വേക്കൻസി നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, പരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈയിടെ ഒരു സുഹൃത്തുമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, SSCക്ക് വേണ്ടിയിട്ട് 200 രൂപ വെച്ച് അപേക്ഷിച്ചു, പക്ഷേ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നു, പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നു, അതിനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് ടൈം ടു ടൈം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമായിരിക്കും. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ, നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അതിൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത്, ഇപ്പോൾ SSC GDൻ്റെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ്, GD കോൺസ്റ്റബിളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. ഡയറക്റ്റ്ലി GD എന്ന് പറയുന്നില്ല, എങ്കിലും GD കോൺസ്റ്റബിളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. GDയിലേക്കാണ് ഇതിൻ്റെ വേക്കൻസി മെയിൻലി മെജോറിറ്റി ഓഫ് വേക്കൻസി GDയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസി GDയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നു. അപ്പോൾ GD ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഈ വീഡിയോ കാണുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പോസ്റ്റിനെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ മറ്റുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ്. പലരും CISF ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ, പിന്നെ നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് കിട്ടിയ സമയത്ത് ഗ്രൂപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ലഭിക്കുന്ന സമയത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ ഒന്നുകൂടെ പറയട്ടെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1,33,880 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നമ്പർ ഓഫ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് എങ്ങനെ വിളിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ GD കോൺസ്റ്റബിളിൽ വേക്കൻസി ഇനിയും കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ഞാൻ ഐ തിങ്ക് ഇന്നലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. GDൻ്റെ വേക്കൻസി കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ഓഡിയോ ആയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. GDൻ്റെ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഒഫീഷ്യലായിട്ട് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂടാൻ പോകുന്നുണ്ട്. അത് കിട്ടിയ ഇൻഫർമേഷൻ സത്യമാണ്. ഇനിയിത് ഇടുവോ ഇല്ലയോ നമുക്കറിയാം. ഇപ്പം ഗവൺമെൻറ് അതോറിറ്റീൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഇങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ വരുമെന്നും പല കാര്യങ്ങളും വരുമെന്നും പറഞ്ഞിട്ട് ചിലതൊക്കെ അവർ ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കരുത് എന്താണ് വരാത്തതെന്നുള്ള കാര്യം ചോദിക്കരുത്. ഇവിടെ ഇത് CRPFൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വരുന്നുള്ളത് കൺഫേം ആണ്. ഏകദേശം 99% ഇത് വരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ബേസിലൊക്കെ ആയിരിക്കാം നമുക്ക് തീർച്ചയായിട്ടും ഫോഴ്സിലേക്ക് ആളവേണ്ടതാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് തീരാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സന്തോഷമുണ്ട്, കാരണം ഇത്രയധികം വേക്കൻസീസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും വരുന്ന GDൻ്റെ അപ്ഡേറ്റോ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. പിന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സ് അഗ്നിവീർസ്. അതായത് അഗ്നിവീർസിന് എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ള കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിവീർസിന് വേണ്ടിയിട്ടും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സ് അഗ്നിവീർസ് ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ്, അതുപോലെ തന്നെ CAPF ആൻഡ് ആസാം റൈഫിൾസ് ഇൻ ദി റാങ്ക് ഓഫ് കോൺസ്റ്റബിൾ GDയിലേക്കൊക്കെയുള്ള പോസ്റ്റിൻ്റെ വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. മൊത്തത്തിൽ നമ്മുടെ അഗ്നിവീറിനാണെന്നല്ല അർത്ഥം. അഗ്നിവീർസിനും ഇതിനു വേണ്ടി റിസർവേഷനും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.